ഇവിടെ ശ്രീ പ്രസാദിൻ്റെ അവതരണത്തിൽ തന്നെ വളരെ കൃത്യമാണ്. അദ്ദേഹത്തിന് പറയാനൊരു ഗ്രൗണ്ടില്ല. സത്യത്തിൽ എല്ലാം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെയ്തു വെച്ചു. അന്ന് ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്ന CPI പോലും അന്ന് ഗവൺമെൻറ് ചെയ്തത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിതൊന്നും അറിയിച്ചിട്ടില്ല, ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇങ്ങനെ ഒപ്പുവെക്കുന്ന കരാറിൽ നിന്ന് പിൻവാങ്ങാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാം, ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാം, ഭരണഘടനയുടെ ചില പ്രൊവിഷൻസ് വെച്ച് അതിന് വകുപ്പുണ്ടെന്നാണ് പറയുന്നത്. ഈ 5-8 മാസമായിട്ട് ഇത് തൽക്കാലം നീട്ടിവെക്കണമെന്ന് പറഞ്ഞ് ഒരു കത്ത് അയച്ചതല്ലാതെ എന്തേ ഈ കേസിന് നിങ്ങൾ പോകാഞ്ഞ്? നിങ്ങളൊരു പ്രതിസന്ധി ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് തലയൂരാൻ, ആ പ്രതിസന്ധിയിൽ നിന്ന് ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമല്ലേ? നിങ്ങൾ അങ്ങനെ ഒരു കേസും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് അന്ന് സത്യത്തിൽ CPIയെ സംബന്ധിച്ച് ഇവിടെ എല്ലാവരും ഇപ്പോൾ പലരും പറഞ്ഞ പോലെ അന്നൊന്ന് ഉറക്കെ കരഞ്ഞെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾ അത്രയും അവർ പരിഗണിച്ചിരുന്നുള്ളൂ. ഏതായാലും ആട്ടെ. പിന്നെ അദ്ദേഹം പറയുന്നത് NEP ഇവിടെ നടപ്പാക്കുന്നതിന് ഇത് കാരണമാകുമെന്നാണ്. നിങ്ങളെ ഗവൺമെൻറ് NEP നടപ്പാക്കിയിട്ടുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിങ്ങളെ കാലത്ത് നടപ്പാക്കിയിട്ടുണ്ട്. അതായത് ഹയർ എഡ്യൂക്കേഷനിലെ PM ഉഷ അന്ന് ഒപ്പുവെച്ചതാണ്. ഇന്ന് അതുപ്രകാരമാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മളെ ഡിഗ്രി കോഴ്സുകൾ 4 ഇയർ ആയതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഡിഗ്രി കോഴ്സുകൾ 4 ഇയർ ആയത് അതിൻ്റെ ഭാഗമാണ്. സർ, ഇവിടെ +1-ലും +2-ലും 12 വിഷയങ്ങളിൽ സയൻസാണ് അധികവും. അത് നമ്മുടെ നീറ്റ് പരീക്ഷയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതാണ്. അവിടെ നിങ്ങൾ NCERT സിലബസാണ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. NCERT എന്താ? NCERT ഈ പറഞ്ഞ കേന്ദ്രത്തിൻ്റെ NEPയുമായി ബന്ധപ്പെട്ടതാണ് സർ. പിന്നെ ഇതിൽ വളരെ കൃത്യമായിട്ട് പിന്നെ ഞങ്ങളിതിൻ്റെ അംബാസഡർ ആക്കാനൊന്നും ശ്രമിക്കരുത്. ഞങ്ങളുടെ രാഷ്ട്രീയം വളരെ കൃത്യമാണ്. ഈ സംഘപരിവാർ അജണ്ടകൾക്കെതിരെ എന്നും ഞങ്ങൾ നിലപാടെടുക്കും, ഇനിയെടുക്കും, ഇതിനു മുമ്പും എടുത്തിട്ടുണ്ട്. സർ, ഒരു വിവാദം ഉണ്ടായത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണൂർ സർവകലാശാലയിൽ സവർക്കറുടെ പാഠഭാഗം പഠിപ്പിക്കാൻ ആരാ തീരുമാനിച്ചത്? അതിനെ ആരാ ന്യായീകരിച്ചത്? സർ, ആരാ ന്യായീകരിച്ചത്? അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവിടെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരുപാട് വിവാദം ഉണ്ടായല്ലോ. സീറ്റ് ചോദിച്ച് മറ്റേ ഇദ്ദേഹം വന്നു എന്നും BJPയുടെ ഇവിടെ സംസ്ഥാനത്തുണ്ടായിരുന്ന പ്രഭാഹരി വന്നു നമ്മുടെ EP ജയരാജൻ്റെ വീട്ടിൽ. അത് കൊച്ചുമോൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണെന്നാണ് പറഞ്ഞത്. പ്രഭാരി ജാവേദ്കർ വന്നത് എന്തിനാ? ജാവേദ്കർ എന്തിനാ വന്നത്? ജാവേദ്കർ വന്നത് സീറ്റ് ചോദിക്കാനാണ്. അതിനുശേഷമാണ് തൃശ്ശൂർ സീറ്റ് താലത്തിൽ വെച്ച് കൊടുത്തത്. അങ്ങനെ പലതും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതാ ഈ ഒപ്പിട്ട കരാറിന്റെ ഗുണത്തെക്കുറിച്ച് വീണ്ടും ശിവൻകുട്ടി വാചാലനാകുന്നുണ്ട്. PM ശ്രീ ഫണ്ട് കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. ദേശാഭിമാനാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഔദാര്യമല്ല, കേന്ദ്രാവിഷ്കൃത പദ്ധതിയായതിനാൽ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ PM ശ്രീ എന്ന് ചേർക്കണമെന്ന വ്യവസ്ഥയുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ? പദ്ധതിയിൽ ഒപ്പിടാതെ ഫണ്ട് നഷ്ടപ്പെടുത്തിയാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയായും ഇത് കൂടുതൽ ബാധിക്കുക. PM ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സമഗ്ര ശിക്ഷ കേരളയുടെ 1158.13 കോടിയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് അതുവഴി ഉണ്ടാക്കേണ്ട സൗകര്യങ്ങൾ ഈ സംസ്ഥാനത്തെ കുട്ടികൾക്കുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ സർ, ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങളുണ്ടാക്കി വെച്ച പ്രതിസന്ധി അത് വളരെ ക്ലിയറാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പുകളുണ്ട്. കേന്ദ്രം ഭരിക്കുന്നത് ഒരു പാർട്ടി ആയിരിക്കാം, കേരളം ഭരിക്കുന്നത് ആ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള മുന്നണിയാണ്. പക്ഷേ സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പുകളുണ്ട് ഒരു കരാറിനെ സംബന്ധിച്ചിടത്തോളം. ആ കരാറിൽ എല്ലാ പഴുതും അടച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ ഇതിൽ നിന്നു കൊടുത്തു. അതായത് കേന്ദ്രത്തിന് മാത്രം പിൻവലിക്കാവുന്ന ഒരു കരാറ്, കേന്ദ്രം മാത്രം വ്യവസ്ഥകൾ തീരുമാനിക്കുന്ന എല്ലാ മേൽക്കൈയും കേന്ദ്രത്തിനുള്ളത്. ഇന്ന് പറഞ്ഞതിൻ്റെ ഒരംശം ആ കരാറുണ്ടാക്കുമ്പോൾ ശ്രീ പ്രസാദിൻ്റെ പാർട്ടിയോ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രതിസന്ധിയിലാകുമായിരുന്നില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർ, ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ് ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് വിധത്തിലുള്ള സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ടും
സംഘ് പരിവാർ അജണ്ടകൾക്ക് കീഴ്പ്പെടാതെയുമുള്ള ഒരു തീരുമാനമായിരിക്കും ഞങ്ങളിൽ നിന്നുണ്ടാകുക. ഇവിടെ സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ പറയുന്നത് തന്നെ ഞങ്ങളൊരു കരാറിലും ഒപ്പുവെച്ചിട്ടില്ല. ഞങ്ങൾ ഒപ്പുവെച്ചതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുമില്ല. പിന്നെ ഇവിടെ പറഞ്ഞത് ഇതാണ്, മെയ് 8 വന്ന കത്ത്, മെയ് 8 ഒരു കത്ത് വന്നു, ശരിയാണ്. മെയ് 8 വീണ്ടും കേന്ദ്രം കത്തയച്ചു. മെയ് 8 നിങ്ങളുടെ കാവൽ സർക്കാരാണ് ഇവിടെ. ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് മെയ് 18 അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുള്ളത് ഈ ഒരു ലെറ്ററാണ്. നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ തുടർച്ച എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എപ്പോൾ ആരംഭിക്കും എന്നാണ് ഈ കത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഗവൺമെന്റുകൾ തുടർച്ചയാണ്. ഞങ്ങളൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഞങ്ങളൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യും. സംസ്ഥാനത്തിൻ്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മാത്രം സംഘപരിവാർ അജണ്ടകൾക്ക് കീഴടങ്ങാത്ത നടപടികളെ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകൂ. അതിൽ യാതൊരു സംശയവുമില്ല.